ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂളിലൂടെ സൺഡേ സ്കൂൾ പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും അങ്കിളുടെ നന്ദിയും സ്വാഗതത്തെയും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടർച്ചയായി നമ്മൾ സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ പഠിച്ചു വരികയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കയറുന്നതിന് മുമ്പ് നമുക്ക് ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ കൂട്ടുകാരും കണ്ണുകളടച്ച് കൈകൊപ്പിക്കുക, പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അടിയങ്ങൾ സൺഡേ സ്കൂളിൽ പഠിക്കുവാനായി കുഞ്ഞുങ്ങളുമായി ഒരുമിച്ച് കടന്നു വന്നിരിക്കുന്ന കർത്താവേ, എൻ്റെ സാന്നിധ്യത്താൽ അടിയങ്ങൾ നിറയ്ക്കുമാറാണ് കർത്താവേ. ദൈവത്തിന് പഠിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുമാറാണ് കർത്താവേ. ഞങ്ങൾ പഠിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിന് പ്രയോജനകരമായി തീരട്ടെ കർത്താവേ. ഞങ്ങളുടെ ശാരീരിക ഭൗതിക ജീവിതത്തിന് ആത്മീക ജീവിതത്തിനൊക്കെ പ്രയോജനകരമായി തീരട്ടെ കർത്താവേ. നന്നായി പഠിപ്പാൻ, നന്നായി ചിന്തിപ്പാൻ, ദൈവദിനത്തെ അഭ്യസിപ്പിക്കുവാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തുമാറാണ് കർത്താവേ. പഠിപ്പിക്കുവാൻ അടിയനെയും ബലപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടവരായി സ്തുതിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സൺഡേ സ്കൂളിൻ്റെ ക്ലാസ്സുകൾ പഠിച്ചു വന്നത് ഈ അപ്പസ്തോലന്മാർ എന്നാൽ ആരാണ് എന്നുള്ളതാണ് അല്ലേ. ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചു അപ്പസ്തോലന്മാർ എന്നത് ആരാണ്, ആരെയാണ് അപ്പസ്തോലന്മാർ എന്ന് വിളിക്കുന്നത് എന്നതിനെ പറ്റിയൊക്കെ ചെറിയ ഒരു ലഘു വിവരണം അങ്കിൾ തന്നു. അതിനുശേഷം രണ്ടാമത്തെ ദിവസം എടുത്തത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് ഒന്നാമത്തെ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ പ്രധാനിയായിരുന്ന എന്നാൽ ആദ്യം യേശുവിൻ്റെ ശിഷ്യനായി തീർന്ന ഒരു മനുഷ്യനാണ് ആര്, അന്ത്രയോസ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ അതിപ്രധാനിയായിരുന്ന എന്നാൽ എപ്പോഴും യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന യേശുവിൻ്റെ കോർ ടീമിൽ അംഗമായിരുന്ന ഒരു വ്യക്തി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന യേശുവിൻ്റെ ഏറ്റവും നല്ല ശിഷ്യനായ പത്രോസിനെ കുറിച്ചാണ്. എന്താണ്? യേശുവിൻ്റെ ശിഷ്യനായ പത്രോസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുമ്പോൾ പത്രോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പത്രോസ് എന്ന് പറയുന്ന പേരിനപ്പുറം പാറ എന്നുള്ളതാണ് ആ പേരിൻ്റെ അർത്ഥം. എന്താണ്? പാറ. അതായത് കേഫ എന്നുള്ളത് പദമാണ് ആ പേരിൽ കറക്റ്റായിട്ട് വരുന്നത്. അപ്പം ഈ കേഫ എന്ന് പറയുന്ന ആ വേടിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ ഉറപ്പുള്ള പാറ എന്നാണ്. എന്താണ്? ഉറപ്പുള്ള പാറ എന്നാണ് ഈ വേടിൻ്റെ അല്ലെങ്കിൽ ഈ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. പത്രോസേ, ഈ വേദപുസ്തകം പറയും, യേശു ഇടയ്ക്ക് പറഞ്ഞു പത്രോസേ നീ പാറയാകുന്നു അല്ലേ. അപ്പം പത്രോസിനെ ആ പേരിൻ്റെ അർത്ഥം വെച്ചിട്ട് പറയുകയാണ് പത്രോസ് ഭയങ്കര ഉറപ്പുള്ളവനാണ് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഈ പത്രോസിനെ കുറിച്ച് നമ്മൾ വേദപുസ്തകത്തിൽ പഠിക്കുമ്പോൾ പത്രോസിൻ്റെ ശരിക്കും പറഞ്ഞാൽ ആരാണ്? യോനായുടെ മകനായ അല്ലെങ്കിൽ യോഹന്നായുടെ മകനായ ശീമോൻ എന്നാണ് കറക്റ്റ് വരുന്നത്. അതായത് വേദപുസ്തകം അതിനകത്ത് പറയുന്നത് ബെർ യോന ശീമോനെ എന്ന് പറഞ്ഞാൽ യോനായുടെ മകനായ ശീമോനെ എന്നാണ്. ബെർ യോന ശീമോനെ എന്ന് പറയുമ്പോൾ യോന എന്ന് പറയുന്ന അല്ലെങ്കിൽ യോഹന്നാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ ശീമോൻ. ഈ ശീമോനെയാണ് യേശു കർത്താവിൻ്റെ എന്നത് പത്രോസ് എന്ന് പറയുന്ന പേര് മാറ്റി കൊടുക്കുന്നത്. ബെർ യോന എന്ന് പറഞ്ഞാൽ എന്താണ്? യോനായുടെ മകൻ എന്നാണ് ആ വേടിൻ്റെ അർത്ഥം. ഓക്കെ, പത്രോസ് എന്നത് യേശു നൽകിയ പേരാണ്. എന്താണ്? പത്രോസ് എന്നത് യേശു നൽകിയ പേരാണ്. പത്രോസിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പത്രോസിൻ്റെ സ്വഭാവവും പേരും തമ്മിൽ യാതൊരു വ്യത്യാസവും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വ്യത്യാസം, യാതൊരു ചേർച്ചയുമില്ലാത്ത ഭയങ്കര വ്യത്യാസമുള്ള സ്വഭാവമാണ് ശരിക്കും പറഞ്ഞാൽ. പത്രോസ് എന്ന് പറഞ്ഞാൽ എടുത്ത് അടിപ്പട കാര്യങ്ങൾ ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയായിട്ടാണ് നമ്മൾ പലപ്പോഴും വേദപുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമ്മൾ നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ അദ്ദേഹം മുൻപന്തിൽ ഏത് കാര്യത്തിലും ഉണ്ട്. ഈ പത്രോസിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഈ പത്രോസിനെ യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? തൻ്റെ സഹോദരനായ അന്ത്രയോസാണ്. ആരാണ്? തൻ്റെ സഹോദരനായ അന്ത്രയോസാണ് ഈ പത്രോസിനെ യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ആരാണ്? പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസാണ് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. വളരെ ആവേശം നിറഞ്ഞ അല്ലെങ്കിൽ ഏത് കാര്യത്തിനും മുന്നിട്ടിറങ്ങുന്ന ഒരു പ്രകൃതമുള്ള ഒരു വ്യക്തിയായിരുന്നു ആര്? ഈ പത്രോസ് എന്ന് പറയുന്നത്. എന്ത് കാര്യങ്ങൾ പട്ടപടയെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഭയങ്കര ഉത്സാഹിയും ഭയങ്കര സ്പീഡുമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തികൾക്കും നമ്മൾ നോക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ജീവിതം നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഭാര്യ ഉണ്ടായിരുന്നു, മാതാപിതാക്കളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് പത്രോസ്
തൻ്റെ കഫർനഹൂം എന്ന് പറയുന്ന സ്ഥലത്ത് തൻ്റെ ഭാര്യയും ഒക്കെ ആയിട്ട് ജീവിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യം യേശു അവിടെ ചെന്നപ്പോൾ പത്രോസിൻ്റെ അമ്മ പനി പിടിച്ചു കിടന്നു എന്ന് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാകും മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിലൊക്കെയാണ് ഇത് കാണുന്നത്. അപ്പം ഈ ഭാര്യാസമേതം കുടുംബസമേതമായി താമസിച്ചിരുന്ന അല്ലെങ്കിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ആര്? ഈ പത്രോസ്. അപ്പം അവിടെ പറയുന്നുണ്ട് പത്രോസിൻ്റെ അമ്മായിയമ്മയ്ക്ക് പനി പിടിച്ച് കിടന്നു എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നു. അപ്പം അമ്മായിയമ്മ പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ഉണ്ടാവണം? കല്യാണം കഴിച്ചിട്ടുണ്ടാവണം എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാം. അങ്ങനെയാണ് പത്രോസിൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ശരിക്കും ഈ പത്രോസിനെ യേശു ശരിക്കും പറഞ്ഞാൽ ഈ തൻ്റെ ശിഷ്യനാകാൻ വിളിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? യേശു തൻ്റെ ശുശ്രൂഷകളൊക്കെ ആരംഭിച്ച് ഇങ്ങനെ പ്രസംഗിക്കാനായിട്ട് കടക്കരയിലേക്ക് ചെല്ലുമ്പോൾ ഒരു കടപ്പുറത്ത് ഒരു വള്ളം ഇങ്ങനെ വൃത്തിയാക്കിയിരുന്നു. ശീമോൻ്റെ പടക് അവിടെ ശീമോൻ എന്ത് ചെയ്യുന്നു? പടക് രാത്രിയിലെ അധ്വാനമൊക്കെ കഴിഞ്ഞ് ഈ പത്രോസ് അധ്വാനമൊക്കെ കഴിഞ്ഞ് തൻ്റെ ഒന്നും കിട്ടാതെ വളരെ നിരാശയിൽ തിരിച്ച് കരയിലേക്ക് എത്തി തൻ്റെ കയ്യിലുള്ള വള്ളവും വലയൊക്കെ റെഡിയാക്കി കഴുകി വൃത്തിയാക്കി വലയൊക്കെ കഴുകി ജോലിയൊക്കെ തീർത്ത് തിരിച്ചിനി വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ ആ ഒരു ലെവലിലൊക്കെ ചെയ്ത് എത്താറായിരിക്കുമ്പോഴാണ് യേശു എന്ത് ചെയ്യുന്നത്? അവിടെ വന്ന് എന്നിട്ട് ശിമോനോട് പറഞ്ഞു, നിൻ്റെ ഈ പടക് എനിക്കൊരു ഇച്ചിരി നീക്കി തരാം, എനിക്കൊന്ന് ഇവരോട് പ്രസംഗിക്കാനായിട്ട്. നിൻ്റെ പടക് നല്ല പടകാണ്, നീ വൃത്തിയാക്കി ഇട്ടേക്കുന്ന പടകായതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം? ഇതിനകത്തിലൊന്ന് പ്രസംഗിക്കണമെന്ന് ശീമോനോട് യേശു എന്ത് ചെയ്തു? പറഞ്ഞു. ശീമോൻ പക്ഷേ ഒരു കാര്യവും ഒരു മടിയും അല്ലെങ്കിൽ ഒരു എതിർപ്പും യേശുവിനോട് പറഞ്ഞില്ല. ശീമോൻ പറഞ്ഞു, ഞാനെന്താ കർത്താവ് ഇതെടുത്തു എന്ന് പറഞ്ഞ് പടക് അങ്ങോട്ട് നീക്കിയിട്ട് കൊടുത്തു. യേശു ആ പടകിൽ നിന്ന് അവിടെ നിന്ന് ആളുകളോടൊക്കെ നന്നായി പ്രസംഗിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ചിന്തയിൽ ഈ ശീമോൻ അവിടെ നിന്ന് എന്ത് ചെയ്യാം? ഈ വലയൊക്കെ ഇങ്ങനെ കഴുകി ഏകദേശം കഴിവലെല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് ആയപ്പോഴത്തേക്ക് യേശുവിൻ്റെ പ്രസംഗം അവിടെ എന്ത് ചെയ്തു? തീർന്നു എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷേ യേശുവിൻ്റെ പ്രസംഗം കഴിഞ്ഞതോടുകൂടി യേശു ശിമോനോട് പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്യും, നിങ്ങളെന്തായാലും വള്ളവും വലയൊക്കെ കഴുകി കഴിഞ്ഞു, വൃത്തിയായി കഴിഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഈ പടക് ഇച്ചിരി കൂടെ ആഴത്തിലേക്ക് ഇറങ്ങി വല വീശാൻ പറഞ്ഞു. നോക്കണേ, അന്ന് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടാതാണ് ഇവരെന്ത് ചെയ്യുന്നത്? കരയ്ക്ക് വന്ന് വള്ളം വലമൊക്കെ കഴുകി ഇനിയിപ്പോൾ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഈ സമയത്താണ് യേശു പറയുന്നത്, പ്രസംഗം കഴിഞ്ഞിട്ട് പറയുക, നിങ്ങൾ ഇത് ഇച്ചിരി കൂടെ ആഴത്തിലൊക്കെ നീക്കി വലയിറക്കാൻ പറഞ്ഞു. അപ്പോൾ യേശുവിൻ്റെ ഈ വാക്കും കേട്ടിട്ട് ശിമോൻ പറഞ്ഞു, അതാ ഞങ്ങൾ കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചതാണ്, പക്ഷെ ഒന്നും കിട്ടിയില്ല, എന്നാലും നിൻ്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. അപ്പം പത്രോസിൻ്റെ സ്വഭാവം കണ്ടണം, എന്ത് ആയിരുന്നു എന്നുള്ളതല്ല, പെട്ടെന്ന് അടുത്തൊരു ആക്ഷൻ എടുക്കുക, പെട്ടെന്ന് അടുത്തൊരു തീരുമാനത്തിലേക്ക് പത്രോസ് അങ്ങ് പോവുക. എന്നാൽ പിന്നെ നിൻ്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം എന്ന് പറഞ്ഞ് കർത്താവ് പറഞ്ഞത് അതുപോലെ അനുസരിക്കാൻ എന്ത് ചെയ്തു? ഈ ശിമോനെ തയ്യാറായി, അല്ലെങ്കിൽ പത്രോസ് തയ്യാറായി, ഇല്ലെങ്കിൽ പത്രോസ് തയ്യാറായി. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് വള്ളം അങ്ങോട്ട് നീക്കി യേശു പറഞ്ഞതുപോലെ ആഴത്തിലേക്ക് ഇറക്കി വല വീശി കഴിഞ്ഞപ്പോൾ പെരുത്ത മീൻകൂട്ടം കിട്ടി. എന്താണ്? പെരുത്ത മീൻകൂട്ടം കിട്ടി. ഇത് മുഴുവൻ എന്ത് ചെയ്തു? 2 പടകും നിറച്ച് വാരി കഴിഞ്ഞപ്പോഴത്തേക്ക് ശിമോൻ പത്രോസിന് മനസ്സിലായി, എൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗിച്ചത് ചെറിയ സാധാരണ മനുഷ്യനല്ല, സാധാരണമായ ഒരു പ്രവാചകനല്ല, സാധാരണക്കാരനായ ഒരു പ്രസംഗകനല്ല, മറിച്ച് ഇത് ദൈവപുത്രനാണെന്നൊരു ബോധ്യം എന്ത് ചെയ്തു? ശിമോൻ പത്രോസിൻ്റെ മനസ്സിൽ ഉണ്ടായി. ഇത് മനസ്സിലാക്കി ശിമോൻ പെട്ടെന്ന് വള്ളത്തിൽ നിർത്തി ചാടി, കർത്താവ്, എനിക്ക് നിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയൊന്നുമില്ല, എനിക്ക് നിൻ്റെ മുമ്പിൽ വരാനുള്ള കഴിവില്ല, പ്രാപ്തിയില്ല, ഞാൻ വളരെ സാധാരണ ഒരു മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പത്രോസ് കരയാനായിട്ട് തുടങ്ങി. യേശു അവനോട് പറഞ്ഞു, നീ ഇനി മുതൽ എന്ത് ചെയ്യുക? മനുഷ്യനെ പിടിക്കുന്നവരാകും എന്ന് പറഞ്ഞ്, അതായത് നീ മീൻ പിടിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്, നീ ഒരു സാധാരണ മുക്കുവനായ അല്ലെങ്കിൽ സാധാരണ ഒരു മീൻപിടുത്തക്കാരനായി മാത്രം ഇരുന്ന നിന്നെ ഇനിയും അതിനപ്പുറത്തേക്ക് മനുഷ്യരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്ന, മനുഷ്യരെ പിടിക്കുന്നവരാക്കാനായിട്ട്, മനുഷ്യരെ പിടിക്കുന്ന വ്യക്തിയായി നിന്നെ മാറ്റുവാൻ പത്രോസ് എന്ത് ചെയ്യുക? പത്രോസിനെ ദൈവം അവിടുന്ന് വിളിച്ച് വേർതിരിക്കുകയാണ്. അന്ന് മുതൽ ഈ പത്രോസ് യേശുവിൻ്റെ ഒപ്പം യാത്ര ചെയ്യാനായിട്ട് തുടങ്ങി. പത്രോസ് യേശു എവിടെ പോകുന്നു അവിടെയൊക്കെ എന്ത് ചെയ്യുന്നു? യേശുവിൻ്റെ കൂടെ പോകുന്നു. യേശു പറഞ്ഞതനുസരിച്ച് തന്നെ ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാകും എന്ന് പറഞ്ഞ ആ സമയം മുതൽ അവൻ്റെ വള്ളവും അത്രയും നേരം വടകും വലയും ഇതെല്ലാം കൂടെ വിട്ടിട്ട് എന്ത് ചെയ്തു? അവൻ യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്തു. അങ്ങനെയാണ് യേശുവിൻ്റെ കൂടെ ഈ പത്രോസ് ശിഷ്യനായി യാത്ര ആരംഭിക്കുന്നത്. അന്ന് മുതൽ ആരംഭിച്ച യാത്ര അവൻ്റെ ജീവിത അവസാനം വരെ എന്ത് ചെയ്യുന്നു?
പത്രോസ് യേശുവിനൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ ഈ സ്വഭാവം നമുക്ക് മനസ്സിലാവും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പത്രോസിന് എടുത്തുചാട്ടങ്ങളൊക്കെ പല ഇതുള്ളതുകൊണ്ടും പല സമയത്തും ഈ പത്രോസിൻ്റെ സ്വഭാവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചില സമയത്ത് തെറ്റുകൾ ചെയ്യുന്നു, ചില സമയത്ത് വീഴ്ചകൾ സംഭവിക്കുന്നു. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ യേശുവിനൊപ്പം സഞ്ചരിച്ച മനുഷ്യനാണ് പല ആളുകളും യേശുവിനെ കുറിച്ച് പറഞ്ഞു. ചിലർ പ്രവാചകനാണ്, ചിലർ പ്രവാചകന്മാരിൽ ഒരുത്തനാണ്, ചിലർ പറഞ്ഞു ഏലിയാവാണ്. അങ്ങനെ പലതും പറഞ്ഞപ്പോഴും യേശു കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരാണെന്ന് പറയുന്നത്? പത്രോസ് ഉടനെ ഓടുത്ത് ചാടി ഉടനെ ഉത്തരം പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. ക്രിസ്തുവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന യഹൂദന്മാരുടെ നടുവിൽ നിന്ന് ക്രിസ്തുവിനെ മനസ്സിലാക്കിയ ഒരു പത്രോസായിട്ടാണ് നമുക്കവിടെ മനസ്സിലാക്കുന്നത്. പത്രോസിൻ്റെ ഉത്തരങ്ങൾ വളരെ വേഗത്തിലാണ്, പെട്ടെന്നാണ് പത്രോസ് ഉത്തരം പറയുന്നത്. ഇതുപോലെ തന്നെയാണ് അടുത്തത് വരുന്നത്. എന്നാൽ ചില സമയത്തൊക്കെ പത്രോസ് നേരെ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. യേശുവിനെ കാണിച്ചു കൊടുത്ത് യേശുവിനെ ഈ ക്രൂശിക്കാനായിട്ട് അവിടുത്തെ പടയാളികളൊക്കെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ യേശുവിനെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പത്രോസിന് തോന്നിയില്ല. പത്രോസ് യേശുവിനോടുള്ള സ്നേഹം കൊണ്ട് ആരും കാണാതെ പാത്ത് യേശുവിൻ്റെ പിന്നാലെ പോയി. എന്നാൽ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യമേ ഒരു സ്ത്രീ പറഞ്ഞു, നീ യേശു കർത്താവിൻ്റെ കൂടെ നടന്ന വ്യക്തിയല്ലേ, അല്ലെ നസ്രായൻ്റെ കൂടെ നടന്നവനല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പത്രോസ് ഉടനെ പറഞ്ഞു, ഇല്ലില്ല, ഞാൻ യേശുവിനെ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ യേശു നേരത്തെ പറഞ്ഞ കാര്യം പത്രോസിന് ഓർമ്മ വന്നു പെട്ടെന്ന്. ഈ കോഴി കൂവുന്നതിന് മുമ്പ് 3 വട്ടം തള്ളിപ്പറയുമെന്ന്. ഈ 3 പ്രാവശ്യവും യേശുവിനെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസിൻ്റെ സ്വാഭാവികമായ സ്വഭാവം വെച്ച് പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. പക്ഷേ യേശു 3ാമത്തെ പ്രാവശ്യം പറഞ്ഞ് കോഴി കൂകുന്ന സൗണ്ട് കേട്ടപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു, യേശു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ അറിയാതെ എൻ്റെ വാവ് കൊണ്ട് എൻ്റെ യേശുവിനെ തള്ളിപ്പറഞ്ഞു എന്ന് തോന്നിയ ആ നിമിഷം തന്നെ അവൻ മാറി നിന്ന് കരഞ്ഞ് യേശുവിനോട് പശ്ചാത്തപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പത്രോസ് വളരെ സിമ്പിളായ ഒരു മനുഷ്യനാണ്, സാധാരണക്കാരനായ ഒരു മനുഷ്യനായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഈ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ യേശുവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞപ്പോഴത്തേക്ക് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന തൻ്റെ ഗുരുനാഥൻ ഞങ്ങളെ വിട്ടുപോയി എന്നൊരു ചിന്തയൊക്കെ ആയപ്പോഴത്തേക്ക് അത്രയും നാളും യേശുവിങ്കിൽ നിന്ന് കേട്ട ആ പ്രസംഗങ്ങളൊക്കെ അദ്ദേഹം മറന്നുപോയി. തൻ്റെ കൂടെയുള്ളവരെയൊക്കെ വിളിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, തിരിച്ച് വീണ്ടും ഒരു പ്രാവശ്യം വള്ളവും വലയൊക്കെ വിട്ടിട്ട് കർത്താവിൻ്റെ കൂടെ പോയതാണ് ഈ പത്രോസും. എന്നാൽ രണ്ടാമത് ഇവൻ എന്ത് ചെയ്യുക, ഈ വള്ളവും വലയൊക്കെ എടുത്ത് വീണ്ടും വെള്ളത്തിലേക്ക് പോകുന്നു. നമുക്ക് വേദപുസ്തകമൊക്കെ വായിക്കാൻ കഴിയുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, യേശു കർത്താവ് ഇവരെ തേടി അവരുടെ അടുക്കലേക്ക് ചെന്ന് അവരെ മനസ്സിലാക്കുകയും അവരുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഇല്ലേ? ഇതിന് ശേഷം യേശു കർത്താവ് എന്ത് ചെയ്യുന്നു, യേശുവിൻ്റെ അത്ഭുത പ്രവർത്തികൾ കണ്ടിട്ട് യേശുവിൻ്റെ ഒപ്പം നടന്ന ശിഷ്യനാണ്. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെയൊക്കെ പോഷിപ്പിക്കുന്ന മഹാത്ഭുതങ്ങൾ കണ്ടതാണ്, രോഗികളെ സൗഖ്യമാക്കുന്നതൊക്കെ കണ്ടതാണ്. എന്നാൽ യേശുവിനെ ക്രൂശീകരിച്ച് യേശുവിനെ അടക്കം ചെയ്ത് കഴിഞ്ഞപ്പോൾ പത്രോസ് യേശുവിൻ്റെ അത്ഭുത പ്രവർത്തികളൊക്കെ മറന്നു പോയിട്ട് പത്രോസ് എന്ത് ചെയ്യുക, തൻ്റെ കൂടെയുള്ളവരെയും വിളിച്ചുകൊണ്ട് വീണ്ടും എന്ത് ചെയ്യുക, കടലിലേക്ക് പോകുന്നത് കണ്ടു. എന്നാൽ അവിടെ നിന്നും യേശു അവരെ തിരിച്ചു വിളിക്കുന്നുണ്ട്. യേശു അവർക്ക് പ്രത്യക്ഷനായി അവരെ വിളിച്ചു കൊണ്ടുവരുന്നു. അവരെ തിരിച്ച് തൻ്റെ മക്കളാക്കി കൊണ്ടുവരുന്നു. യേശുവിനൊപ്പം യേശുവിൻ്റെ സ്വർഗാരോഹണം വരെ ഈ പത്രോസ് യേശുവിനൊപ്പം പിന്നീടും ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ നിന്ന് ഇവർ ഈ അപ്പസ്തോല പ്രവൃത്തികളിലേക്ക് കടക്കുമ്പോൾ പത്രോസിൻ്റെ സ്വഭാവത്തെ വീണ്ടും ഭയങ്കരമായിട്ടൊരു മാറ്റം സംഭവിക്കുകയാണ്. യേശുവിൻ്റെ കൂടെ നടന്ന പത്രോസ് പിന്നീട് യേശു അയച്ച പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ വന്നപ്പോഴത്തേക്ക് പത്രോസ് എന്ത് ചെയ്യുക, 11 പേരോട് തന്നെ അവരുടെ ശിഷ്യന്മാരോടൊപ്പം ഒരുമിച്ച് എഴുന്നേറ്റങ്ങ് നിന്നിട്ട് പ്രസംഗിക്കാൻ, അതിശക്തമായി ദൈവത്തിന് വേണ്ടി പ്രസംഗിക്കാനായിട്ട് ഈ പത്രോസ് ആരംഭിച്ചു. തൻ്റെ ആ ഒരൊറ്റ പ്രസംഗത്തിൽ കുറച്ച് മുമ്പ് നോക്കിക്കോണം, യേശു കർത്താവ് സീനയ്ക്ക് പോകുന്നതിന് മുമ്പ് യേശുവിൻ്റെ ക്രൂശീകരണത്തിൽ യേശു തന്നെ തള്ളിപ്പറഞ്ഞ ഒരു പത്രോസിനെ നമുക്ക് കാണാൻ കഴിയും. പിന്നീട് കരഞ്ഞ് വിലപിക്കുന്ന പത്രോസിനെ കാണാൻ കഴിയും. ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും വള്ളവും വലയൊക്കെ എടുത്ത് വീണ്ടും മീൻ പിടിക്കാൻ പോകുന്ന പത്രോസിനെ കാണാൻ കഴിയും. ഇതിനുശേഷം വീണ്ടും പത്രോസ് മടങ്ങി കർത്താവിൻ്റെ കൂടെ യേശുവിൻ്റെ സ്വർഗാരോഹണം വരെ യേശുവിൻ്റെ കൂടെ നിൽക്കുന്നത് കാണാൻ കഴിയും. ഇതെല്ലാം കഴിഞ്ഞ് ശിഷ്യന്മാരെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി അവർ മാളിക മുറിയിലിരുന്നപ്പോൾ, ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് അവരുടെ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് ഒറ്റ പ്രസംഗം പ്രസംഗിച്ചതാ 3000-ലധികം ആളുകളെ രക്ഷയിലേക്ക് നയിക്കുവാൻ പത്രോസിന് കഴിഞ്ഞു. പത്രോസിൻ്റെ പ്രസംഗത്തിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ്. ഏറ്റവും അതിശക്തമായ ഒരു അപ്പോസ്തോലനായിരുന്നു പത്രോസിൻ്റെ ജീവിതം നമുക്ക് മനസ്സിലാക്കുമ്പോൾ അങ്ങനെയാണ്. വളരെ ശക്തമായി ദൈവത്തിന് വേണ്ടി നിന്ന ഒരു ശിഷ്യനായിരുന്നു അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ പത്രോസ്. യേശുവിൻ്റെ കോർ ടീമിൽ അംഗമായിരുന്നു. യേശുവിൻ്റെ
ഏറ്റവും അടുത്ത ഒരു സർക്കിളിലെ 3 പേരിൽ ഏറ്റവും അതിപ്രധാനിയായ ഒരു ശിഷ്യനായിരുന്നു പത്രോസ് എന്ന് പറയുന്നത്. അവിടെ വരുമ്പോഴാണ് ശരിക്കും കർത്താവ് വിളിച്ച ആ പേരിന് അന്വർത്ഥമാകുന്ന രീതിയിൽ കെഫ എന്ന പേര് വരുന്നത്. അതായത് ഉറപ്പുള്ള പാറയാകുന്നു. പത്രോസെ നീ പാറയാകുന്നു. അവൻ ഉറപ്പുള്ളവനായി തീർന്ന ഒരു പത്രോസിനെ ആ അധ്യായങ്ങളിലൊക്കെ പിന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അങ്ങനെ കർത്താവിന് വേണ്ടി അതിശക്തമായി നിന്ന ഒരു ശിഷ്യനാണ് പത്രോസ്. എന്നാൽ ഈ പത്രോസും ചരിത്ര രേഖകളിൽ പല പുസ്തകങ്ങളിലും കാണുന്നത് വ്യക്തമായ ഒരു ചിത്രം പത്രോസിൻ്റെ അന്ത്യഭാഗത്തെക്കുറിച്ച്, പത്രോസിൻ്റെ മരണത്തെക്കുറിച്ച് വ്യക്തമായി ഇല്ല. എന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും യേശുവിന് വേണ്ടി രക്തസാക്ഷികളായി തീർന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ പത്രോസ് തൻ്റെ സുവിശേഷീകരണമൊക്കെയായി വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളിലുമൊക്കെ സഞ്ചരിച്ച് തിരിച്ച് ചില ഗ്രന്ഥങ്ങളിൽ ചില പുസ്തകങ്ങളിൽ പറയുന്നു പത്രോസ് തിരിച്ചും കർത്താവിനെ പോലെ റോമ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലേക്ക് തിരിച്ചു പോയി ഞാൻ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാവാൻ റോമിലേക്ക് പോകുന്നു എന്ന് പത്രോസ് പറഞ്ഞതായിട്ടാണ് ചില പുസ്തകങ്ങളിൽ കാണാൻ കഴിയുന്നത്. എന്നിവ എന്താണെങ്കിലും നമുക്കറിയത്തില്ല. എന്നാൽ പത്രോസും യേശു കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. നോക്കിക്കേ, കർത്താവിന് വേണ്ടി അതിശക്തമായി നിന്ന ഒരു വ്യക്തിയാണ് പത്രോസ്. യേശുവിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു പത്രോസ്. യേശുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു പത്രോസ്. യേശു ഏറ്റവും അധികം സ്നേഹിച്ച ഒരു വ്യക്തികളിൽ ഒരാളായിരുന്നു പത്രോസ്. അങ്ങനെ യേശുവിൻ്റെ അടുത്ത പ്രധാനിയായ ശിഷ്യനായിരുന്ന ഈ പത്രോസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നിങ്ങൾ നോക്കുക, ഒത്തിരി കാര്യങ്ങൾ പത്രോസ് ചെയ്തിട്ടുണ്ട്. എല്ലാം വിവരിക്കുന്നില്ല, ചെറിയ കാര്യങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞ് ഈ ക്ലാസ് ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് പറയുന്നത് പോലെ അനുസരിപ്പാൻ പത്രോസിൻ്റെ ജീവിതത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കിയത് അദ്ദേഹം കർത്താവിന് വേണ്ടി അതിശക്തമായി നിന്ന ഒരു അപ്പോസ്തലനാണ്. കർത്താവേ, അങ്ങ് പറഞ്ഞത് ആദ്യം മുതൽ അനുസരിപ്പാനുള്ള മനസ്സ് കാണിച്ച ഒരു വ്യക്തിയാണ്. തെറ്റ് വരുമ്പോൾ ക്ഷമാപണം നിർത്തി കർത്താവിനോട് അനുദപിച്ച് ഏറ്റുപറയുന്ന ഒരു വ്യക്തിയെ കാണാനായിട്ട് കഴിഞ്ഞു. ജീവിതത്തിൽ തെറ്റുകൾ വരുമ്പോഴും കുറ്റങ്ങൾ വരുമ്പോഴും അനുദപിച്ച് ഏറ്റുപറയുകയും കർത്താവിൻ്റെ അടുക്കൽ വീണ്ടും നിരപ്പ് പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായി പത്രോസിനെ മനസ്സിലാക്കാൻ കഴിയുന്നു. കർത്താവേ, തെറ്റുകൾക്കപ്പുറം അത് ക്ഷമിച്ചു കഴിയുമ്പോൾ വീണ്ടും കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയായി തീരുന്ന പത്രോസിനെ കാണാൻ കഴിയുന്നു. കർത്താവിന് വേണ്ടി അതിശക്തമായി മത്സ്യങ്ങളെ പിടിക്കുന്ന ഒരു പത്രോസിനെ മനുഷ്യരെ പിടിക്കുന്ന പത്രോസായി പിന്നീട് ഞങ്ങൾക്ക് വേദപുസ്തകത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. കർത്താവെ, അടിയുള്ള ജീവിതത്തെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിന് വേണ്ടി അതിശക്തമായി നിൽപ്പാൻ, അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞങ്ങളെ ഒരുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.